ഇന്ന് നമുക്ക് നല്ല നാടൻ ഇടിച്ചക്ക തോരൻ വെച്ചാലോ? അപ്പോൾ വീട്ടിലേക്ക് കിടക്കാവേ. ഒരു കുഞ്ഞ് ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്ക രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയാണ്. തൊലി ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവിടെയും ചക്ക സീസണാണല്ലേ, ചക്കയായി വരികയാണ്. ചക്ക കൊണ്ട് നമ്മൾ പല രീതിയിലുള്ള ഐറ്റംസ് നമ്മൾ ചെയ്ത് നോക്കൂലേ. ചക്ക ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചക്കയാവുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് അത് മൂക്കുന്നതിന് മുമ്പ് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ കൂഞ്ഞും ചെത്തിയിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണേ. നമ്മൾ ആ ചക്കയുടെ മുഴുവൻ ഭാഗവും എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ആ പകുതി തന്നെ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പകുതി മാത്രം മതിയെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ചിലവർ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കും കേട്ടോ. നമ്മൾ ആവിയിലിട്ട് വേവിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇടിച്ചക്കത്തോരൻ. ഇടിച്ചക്കത്തോരൻ വെക്കാനായിട്ട് പെട്ടെന്ന് പറ്റും കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ആവി വന്നു, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കുവാണ്. അതിന് ചക്കയുടെ അനുസരിച്ചാണ് തേങ്ങ എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ജീരകവും കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കാന്താരി മുളകും ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ആദ്യം ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിലൂടെ തേങ്ങയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുവേ. ഒത്തിരി നേരം ഒന്നും അരയണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ്ട് തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക പരുവത്തിനാക്കി എടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറേശ്ശെ ചക്ക ഇട്ടിട്ട് ഇടികല്ല് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ല പൊടിഞ്ഞ് നല്ലതായിട്ട് കിട്ടുവേ. അപ്പോൾ കുറേശ്ശെ ചക്ക ഇട്ടിട്ടാണ് ഇടിച്ചെടുക്കുന്നത്, എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടല്ല കേട്ടോ. അപ്പോൾ കുറേശ്ശെ ചക്ക ഇട്ടിട്ട് ഇതാ നല്ലതുപോലെ പൊടിച്ച് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാ ചക്കയും നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുകും ജീരകവും കൂടി ഇട്ട് കൊടുക്കുവാണ്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 4 വറ്റൽമുളകും കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് കേട്ടോ. കൊച്ചുള്ളിയും കറിവേപ്പിലയും മുളകും എല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതാണ് കുരുമുളക് പൊടി ചക്കയുടെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇടിച്ച് പരുവാക്കി വെച്ചിരിക്കുന്ന ചക്കയും കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുവേ. എന്നിട്ട് ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ കുറവായിരിക്കും ഉപ്പ്. നമ്മൾ ചക്കയുടെ ഇതിലല്ലേ ഇട്ടിരിക്കുന്നത്. തേങ്ങയും കൂടി ഇടുമ്പോൾ അതനുസരിച്ചുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് ചൂടാവാനായിട്ട് വെക്കണം കേട്ടോ. തേങ്ങയൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ്.